പ്രഭാഷണം കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് ഒരു അമ്മ ചോദിച്ചു, ഗുരുവായൂരപ്പൻ്റെ ഭഗവാന്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് ചോദിച്ചു. ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആയുധമാണെന്ത്? ചക്രം അല്ലേ? സുദർശനം നമ്മൾ വിളിക്കുന്ന ആ കാലചക്രം, അത് ഭഗവാന്റെ ആയുധമാണ്. ഭഗവാന്റെ ആയുധമായിട്ട് ഗദയുണ്ട്. ഒരു ചെറിയ ശംഖനാദം മുഴക്കി തന്നെ ദുഷ്ടശക്തികളെ ഓടിക്കാൻ കഴിവുള്ള ആളാണ് ഗുരുവായൂരപ്പൻ. ശംഖ് വേണമെങ്കിൽ നമുക്ക് ഭഗവാന്റെ ആയുധമായിട്ട് പറയാം. പത്മം, അതിൻ്റെ സൃഷ്ടിയുടെ സിമ്പലായിട്ട് ഭഗവാൻ എപ്പോഴും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന പത്മത്തെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ആയുധമായിട്ട് പറയാം. ഇതൊക്കെയാണോ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം എനിക്ക് ഗുരുവായൂരപ്പൻ തോന്നിച്ചായിട്ട് തോന്നിയത് ഭഗവാന്റെ ഏറ്റവും വലിയ ആയുധം എന്തൊക്കെയാണോ? ആണോ? ഇല്ല. ഭഗവാന്റെ ഏറ്റവും വലിയ ആയുധം ഭഗവാന്റെ ചിരിയാണ്. മഹാകവി ഉള്ളൂർ എഴുതിയ പോലെ, കാരാഗ്രഹത്തിൽ വന്ന് പിറക്കുന്ന നാൾ തൊട്ട് കാൽമടമ്പിൽ അമ്പുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് ഗമിക്കുന്നത് വരെ എല്ലാ സമയത്തും ചിരിച്ചുകൊണ്ടേയിരുന്നിട്ടുള്ള ആളാണ് ഭഗവാൻ.